മദ്യപിച്ചെത്തി മനോനില തെറ്റിയ പോലെയാണ് സതീഷ് ഇടപെട്ടിരുന്നതെന്ന് അതുല്യയുടെ അമ്മ തുളസിഭായ് മകളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നതായും ഇവർ പറഞ്ഞു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അതുല്യയുടെ വീട് സന്ദർശിച്ചു. ഭർത്താവ് സതീഷ് നിരന്തരം മർദ്ദിക്കുമായിരുന്നെന്ന് അതുല്യയുടെ അമ്മ തുളസിഭായ് പറഞ്ഞു. സ്ഥിരം മദ്യപാനിയാണ് സതീഷ്. മദ്യപിച്ചു വന്ന് അതുല്യയെ ക്രൂരമായി മർദ്ദിക്കും. എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കഴിയുന്നതെന്ന് മകളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുല്യയോട് നാട്ടിലേക്ക് വരാൻ പറയുമ്പോൾ മാപ്പ് പറഞ്ഞ് സതീഷ് മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തുകയായിരുന്നെന്നും തുളസിഭായ് പറഞ്ഞു. അവളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഒരാഴ്ചയ്ക്കും പറഞ്ഞു ഈ വർഷം അവളെ അവിടെ ചേർക്കുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ അവിടെ ചേർക്കണ്ട, ഇപ്പൊ അവൾക്ക് ഇംഗ്ലീഷ് ഞാൻ അവിടെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന സമയമാണ്, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിനക്ക് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നീ ഒന്നും വിഷമിക്കണ്ട, അതിന് അയക്കുന്ന സമയത്തായാലും അതെങ്ങനെങ്കിലും പഠിച്ചൊരു ജോലി തന്നിട്ട് കല്യാണമൊക്കെ പിന്നെ എന്നാലും അവരെ വേണ്ടാന്ന് വെച്ചിട്ട് നീ വാ എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം നമ്മൾ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നു. അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മ വിചാരിച്ചോണം എന്നെ അയാൾ തല്ലിക്കൊണ്ടു. അങ്ങനെ 2-3 വട്ടം എന്റെ കുഞ്ഞോടോടും പറഞ്ഞു, മോളെ അമ്മ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അഥവാ അമ്മ ചത്താൽ നിന്റെ അച്ഛൻ കൊന്തയാന്ന് വിചാരിച്ചോണമെന്നില്ലായിരുന്നു. അങ്ങനെ അവളെ വീഡിയോയിലൊക്കെ ഉണ്ട്. അങ്ങനെ പറയുന്ന ഒരിക്കലും അതുമെല്ലാം ജോലിക്ക് പോവാൻ ഇരിക്കുന്ന തുണിയൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് അനിയത്തിയതായിരുന്നു. അവിടെ ബർത്ത്ഡേ രാത്രി അവള് 12:30 അങ്ങാണ്ട് സ്റ്റാറ്റസ് ഇട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടു കാണുന്നുണ്ട്. ആ കുഞ്ഞ് ചാവും ഒരിക്കലും. അതുമല്ല അവള് മരിക്കുന്ന വീട്ടിൽ അവൾക്ക് പേടിയാവും, മരിക്കുന്ന പേടിയാവും. അതിന് അവൾക്ക് ജീവിക്കണമെന്നുള്ള കൊതിയാണ്. ഇതേസമയം RSP സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ അതുല്യയുടെ വീട്ടിലെത്തി. മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.